പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന കൺസിസ്റ്ററിയുടെ അവസാന ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നലെ 7 മണിക്ക് വിശുദ്ധ ബലിയോടുകൂടിയാണ് സെൻറ്റ് പീറ്റർ ബസിലിക്കയിൽ കൺസിസ്റ്ററിയുടെ 2ാം ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. ദിവ്യബലി മധ്യേ പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് എല്ലാ കർദിനാൾമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, പത്രോസിൻ്റെ പിൻഗാമിയായ തൻ്റെ പ്രവർത്തന രീതികളിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിനും ആവശ്യം അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ സഭയെ നയിക്കുന്നതിന് പാപ്പയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ എല്ലാ തീരുമാനങ്ങളിലും അവരുടെ എല്ലാ സംഭാവനകളും നൽകിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് എല്ലാ കർദിനാൾമാരോടും കൂടി പരിശുദ്ധ പിതാവ് അപേക്ഷിക്കുകയുണ്ടായി. ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയോടൊപ്പം പങ്കുകൊള്ളാനായിട്ട് കർദിനാൾമാർ ഏകദേശം 170 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 155ഓളം പേരാണ് മാർപ്പാപ്പയോടൊപ്പം അവസാനത്തെ ദിവസം കൺസിസ്റ്ററിയിൽ ദിവ്യബലിയിൽ പങ്കെടുത്തത്. ദിവ്യബലിയിൽ മധ്യേ മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കൺസിസ്റ്ററി എന്ന് പറഞ്ഞത് ഒരു സമ്മേളനം എന്നൊരു അർത്ഥത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്, മറിച്ച് അതൊരു കൂട്ടായ്മയിൽ ആയിരിക്കുക, ഒന്നിച്ചായിരിക്കുക എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഭാ ശുശ്രൂഷയിൽ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് സഭയുടെ നന്മയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിനോട് ഒന്നു ചേർന്ന് കൂട്ടായ്മയിൽ ഐക്യത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് മാർപ്പാപ്പ ഊന്നി പറയുകയുണ്ടായി. മറ്റൊരു കാര്യം പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങളോ ചില ഗ്രൂപ്പുകളുടെ പ്രത്യേക താല്പര്യങ്ങളോ പരിഗണിക്കുവാനല്ല, മറിച്ച് ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നമ്മൾ ഒരുമിച്ച് വിശകലനം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് ഊന്നി പറയുകയുണ്ടായി. മറ്റൊരു കാര്യം ലയോ 14 മാർപ്പാപ്പ ഊന്നി പറഞ്ഞത്, കൺസിസ്റ്ററി കൂടുക എന്ന് പറഞ്ഞാൽ അത് സഭയോട്, ദൈവജനത്തോട്, ലോകത്തോട് ഒക്കെയുള്ള ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായി കൂടി അതിനെ കാണേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് നടക്കുന്നത് മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെ അതോടൊപ്പം തന്നെ നിശബ്ദതയിലൂടെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് കർദിനാൾമാരെല്ലാവരും മാർപ്പാപ്പയോട് ചേർന്ന് വിചിന്തനം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു അവസരം കൂടിയായി കണക്കാക്കണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം പാപ്പ എടുത്തു പറഞ്ഞത്, കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നന്മയും സമാധാനവും തേടുന്ന മാനവതയ്ക്കും വലിയ ജനക്കൂട്ടത്തിനു മുമ്പിൽ നമ്മുടെ പരിമിതങ്ങളായ കഴിവുകളും നമുക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകുവാനും ദൈവകൃപയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നവയെല്ലാം നമ്മൾ പകുത്തു കൊടുക്കുവാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും നമ്മളിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭയ്ക്കായി നൽകുന്ന സേവനത്തിന് പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ എന്നോടൊപ്പം ഉത്തരവാദിത്തോടുകൂടി എല്ലാവരും നിങ്ങളുടെ കോർ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നോടൊപ്പം പങ്കിടണമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദിവ്യബലിക്ക് ശേഷം കൺസിസ്റ്ററിയുടെ അവസാന ദിവസമായ ശുശ്രൂഷകൾ മീറ്റിങ്ങുകളെല്ലാം ആരംഭിച്ചത് രാവിലെ 9:30 മണിയോടുകൂടിയാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യത്തെ സെഷനിൽ സിനഡ് ഓഫ് സെക്രട്ടേറിയറ്റിൻ്റെ സെക്രട്ടറി ജനറലായിരുന്ന കർദിനാൾ മാരിയോ ഗ്രേച്ച് സഭയിൽ ഐക്യത്തോടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ പ്രവാചക ദൗത്യത്തോടുകൂടി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് സഭ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രത്യേകമായിട്ട് പരാമർശിക്കുകയുണ്ടായി. രാവിലത്തെ സെഷനിൽ പ്രധാന തീം എന്ന് പറയുന്നത് സിനഡും സിനഡാത്മകതയുമായിരുന്നു. അപ്പോൾ ഈ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചകളുണ്ടായിരുന്നു. ആദ്യത്തെ സെഷനിൽ മൊത്തം 20 ഗ്രൂപ്പുകളായി കാർഡിനൽമാരെ പല ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ചു. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ റിപ്പോർട്ടുകളെല്ലാം പ്രസൻറ്റ് ചെയ്തു. ഇതിൽ 20 ഗ്രൂപ്പുകളിൽ 11 ഗ്രൂപ്പുകൾ നോൺ ഇലക്ടേഴ്സ് കാർഡിനൽസിൻ്റെ ആയിരുന്നു. അതുപോലെ 9 ഗ്രൂപ്പുകളിലുള്ള കാർഡിനൽമാർ വത്തിക്കാൻ കുരിയിലും പ്രാദേശിക സഭയിലും ജോലി ചെയ്യുന്നവരായിരുന്നു. അതുപോലെ തന്നെ ഓരോ കാർഡിനൽമാർക്കും 3 മിനിറ്റ് വീതം തങ്ങളുടെ അഭിപ്രായങ്ങൾ, സിനഡാലിറ്റിയെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തിരുന്നു. അങ്ങനെ രാവിലെ 12:45 രാവിലത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഉച്ച കഴിഞ്ഞുള്ള സെഷൻ ഏകദേശം 3:30 മണിയോടുകൂടി ആരംഭിക്കുകയും വെനി ക്രയാത്തോർ സ്പിരിത്തൂസ് എന്ന പരിശുദ്ധാത്മാവിനുള്ള ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഈ കൺസിസ്റ്ററിൽ പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്തു പ്രാർത്ഥനാപൂർവം.
ഈ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായ എവാഞ്ചലി ഗൗതിയം, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന പ്രബോധന രേഖയെക്കുറിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. ഈ ചർച്ചയുടെ മുഖ്യമായ വിഷയമെന്ന് പറയുന്നത് സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. യേശു നമ്മെ രക്ഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് ചരിത്രത്തിൽ മറക്കാനാകുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കുരിശിലെ സ്നേഹം മറ്റുള്ള ജനപദങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പ്രൊസലൈറ്റിസത്തിലൂടെയല്ല, മറിച്ച് ആകർഷണത്തിലൂടെയാണ്. അതായത് സാക്ഷ്യ ജീവിതത്തിലൂടെ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെയും സഭാത്മകമായ ജീവിതത്തിലൂടെയും മറ്റുള്ളവരെ യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ചർച്ചയിൽ പ്രത്യേകം ഊന്നൽ നൽകുകയുണ്ടായി. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഇവാഞ്ചലി ഗൗതിയം ഇതിനെ ആസ്പദമാക്കി സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള ഗ്രൂപ്പ് വർക്കുകൾ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് വർക്കുകളിൽ ചർച്ചകളുണ്ടായിരുന്നു. അതിനുശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, സുവിശേഷം ഒരു നിധിയാണ്. അത് ഒരിക്കലും നമുക്ക് അടച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് എല്ലാവർക്കും ക്രൈസ്തവർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞ് കെരിഗ്മ എന്നാണ്. അതായത് നമ്മുടെ പ്രഖ്യാപനം, സുവിശേഷവൽക്കരണം എന്നൊക്കെ പറയുന്നത് കരിഗ്മയിൽ അധിഷ്ഠിതമാണ്. കരിഗ്മയിൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു പ്രഖ്യാപനമായിരിക്കണം. അത് ദൈവവുമായിട്ടുള്ള, യേശുവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയുമുണ്ടായി. മറ്റു കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തത് മുറിവേറ്റ ജീവിതങ്ങളെ എളിമയോടുകൂടെ നമ്മൾ സമീപിക്കേണ്ടതുണ്ടെന്നും, ദാരിദ്ര്യത്തിലും വേദന അനുഭവിക്കുന്നവരെ സ്നേഹിക്കുക, ദരിദ്രരിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മുടെ ദൗത്യം സന്തോഷത്തോടെ അത് കാണണമെന്നും അത് ഉപയോഗിക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രാദേശിക സഭയുടെ പ്രാധാന്യം, ഇന്നത്തെ ആശയവിനിമയത്തിൽ, കമ്മ്യൂണിക്കേഷനിൽ ഡിജിറ്റൽ ലോകത്തിൻ്റെ പ്രാധാന്യം, ഇവയും പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ സുവിശേഷവൽക്കരണം ആളുകളുടെ എണ്ണത്തിലല്ല, മറിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലാണ്. അതിലൂടെ മറ്റുള്ളവർ നമ്മുടെ ദൈവസ്നേഹവും പരസ്നേഹവും ഒക്കെ കണ്ട്, സുവിശേഷത്തിൻ്റെ വാല്യൂകൾ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് യേശു അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുമെന്നുള്ള പ്രത്യേകമായ ഒരു ആശയം ഇതിലൂടെ ഷെയർ ചെയ്യുകയുമുണ്ടായി. മറ്റൊരു സുപ്രധാനമായ വാർത്ത അറിയിക്കുവാനുള്ളത്, ഈ കൺസിസ്റ്ററിയിൽ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എല്ലാ വർഷവും ഇതുപോലെ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി മാർപ്പാപ്പ വിളിച്ചു കൂട്ടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കർദിനാൾമാരുടെ കൂട്ടായ്മയിൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു ആഹ്വാനം തന്നെയാണ് ഇതിലൂടെ ലയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കുന്നത്. ഏതായിരുന്നാലും അടുത്ത കൺസിസ്റ്ററി ഈ വർഷം ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് 27, 28, 29 തീയതികളിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുമ്പോഴും കാർഡിനൽമാരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അവരോടൊത്തും ചേർന്നുകൊണ്ടുള്ള സംഭാഷണത്തിലൂടെ സഭയെ 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുടർച്ചയെന്നോണം ഈ കാലഘട്ടത്തിൽ നയിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിലൂടെയാണ് പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ എന്നെ തിരഞ്ഞെടുത്തത്. പരിശുദ്ധ പിതാവ് കാർഡിനൽമാരോട് പറയുകയുണ്ടായി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരുമിച്ച് വിവേചിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വളരെ ശക്തമായ രീതിയിലും ഒരു പിതാവിൻ്റെ രീതിയിലും എല്ലാ കർദിനാൾമാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 7:15 കൂടിയാണ് ഈ കൺസിസ്റ്ററി അവസാനിക്കുന്നത്. ഏതായിരുന്നാലും കോളേജ് ഓഫ് കാർഡിനൽസിന് കൂടുതൽ സന്തോഷവും ആവേശവും പകർന്നൊരു കാര്യമെന്ന് പറയുന്നത് പരസ്പര സംഭാഷണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രാർത്ഥനയിലൂടെയും നിശബ്ദമായ പരിശുദ്ധാത്മാവിന്റെ ശ്രവണത്തിലൂടെയും നയിക്കപ്പെട്ട ഈ കൺസിസ്റ്ററി വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 7:15 കൺസിസ്റ്ററി അവസാനിച്ചതിന് ശേഷം പിന്നീട് മാധ്യമ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനം സാലാ സ്താംബയിൽ വത്തിക്കാനിൽ നടന്നിരുന്നു. അതിൽ
വത്തിക്കാൻ ഹോളി സീയുടെ സാലസ്താംബയുടെ ഡയറക്ടറായ മാത്തയോ ബ്രൂണിയോടൊപ്പം തന്നെ 3 കർദിനാൾമാരും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുവാനായിട്ട് വന്നിരുന്നു. ഇതിൽ 3 കർദിനാൾമാരാണ് അതിലുണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നുള്ള സ്റ്റെഫൻ ബ്രസിലിൻ, അതോടൊപ്പം തന്നെ ഫിലിപ്പീൻസിൽ നിന്നുള്ള പാബ്ലോ വെർജീലിയോ, കൊളംബിയയിലെ ബൊഗോട്ടയിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ഹോസെ റുവേദ എന്നീ കർദിനാൾമാർ അതിൽ പങ്കെടുത്തു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ജോഹന്നാസ്ബർഗിൽ നിന്നുള്ള കർദിനാൾ പറഞ്ഞൊരു കാര്യം, ഈ കൺസിസ്റ്ററിയിൽ എല്ലാ കർദിനാൾമാർക്കും പരസ്പരം അടുത്തറിയുവാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രായമേറെയായിട്ടുള്ള കർദിനാൾമാരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള ആ കോൺക്ലേവ് നടക്കുന്ന സമയത്ത് കർദിനാൾമാർക്ക് പരസ്പരം അറിയില്ലായിരുന്നു എന്നുള്ള ഒരു പരിമിതി അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ ഈ കൺസിസ്റ്ററി നടക്കുമ്പോൾ കൂടുതൽ സമയം പരസ്പരം ചെലവഴിക്കുവാനും പങ്കിടുവാനും സംസാരിക്കുവാനും ഒന്നിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുവാനുള്ള അവസരം കിട്ടിയത് പരസ്പരം അറിയുവാൻ സഹായിച്ചു എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടി തന്നെ ആ കർദിനാൾ എടുത്തു പറയുകയുണ്ട്. ഫിലിപ്പീൻസിൽ നിന്നുള്ള കാർഡിനലായ ഫാബ്ലോ വിർജീലിയോ പ്രകാരം പ്രത്യേകമായിട്ട് പറഞ്ഞത് ഈ കൺസിസ്റ്ററി പ്രത്യേകിച്ച് സിനഡാലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും വളരെ സഹായിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, സിനഡാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധ പിതാവുമായിട്ട് ഐക്യത്തോടും കൂടി സ്നേഹത്തോടും കൂടി നമ്മൾ വൈദികരും ആത്മായരും എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ്മ എന്ന നിലയിൽ പ്രവർത്തിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അത് സഭയുടെ എല്ലാ തലത്തിലും പ്രാവർത്തികമാക്കണമെന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കൺസിസ്റ്ററി അതിന് സഹായിച്ചു എന്ന്, ആ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടി സഹായിച്ചു എന്നും വ്യക്തമാക്കി. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവാണ് പ്രോട്ടഗോണിസ്റ്റ്. അതായത് നമ്മളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് അധിഷ്ഠിതമായിട്ട് എല്ലാവരും കൂട്ടായ്മയോടെ ഒരു കുടുംബം എന്ന നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ള രാശിയത്തിലേക്ക് ഈ കൺസിസ്റ്ററി എത്തിച്ചേരുവാൻ സാധിച്ചുവെന്ന് ഫിലിപ്പീൻസിൽ നിന്നുള്ള കാർഡിനൽ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൊളംബിയയിലെ ബൊഗോട്ടയിൽ നിന്നുള്ള കാർഡിനൽ ലൂയിസ് ഹൊസെ റുവേദ പറയുന്നത്, ഒരുമയോടുകൂടി ഐക്യത്തോടുകൂടി ആയിരിക്കുവാൻ സാധിച്ചത് വളരെ ഒരു അനുഭവമായിരുന്നു എന്നാണ് കൺസിസ്റ്ററിയിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവം. അതായത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, പരിശുദ്ധ പിതാവ് ആദ്യ ദിവസം തന്നെ എല്ലാവരെയും വളരെ അധികം ഇൻസ്പിറേഷൻ നൽകി. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ശ്രവിക്കുവാനാണ് എന്ന് കർദിനാൾമാരോട് പറഞ്ഞു തന്നെ വളരെ ഒരു പ്രചോദനമായിരുന്നു എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അതുപോലെ തന്നെ പ്രായം ചെന്ന കർദിനാൾമാരുടെ ഒക്കെ സാന്നിധ്യം വളരെ പ്രചോദനമായിരുന്നു എന്നും പ്രത്യേകം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുപോലെ പാപ്പയുമായുള്ള അടുപ്പം മൊത്തത്തിൽ ഇത് കെട്ടിയുറപ്പിക്കുന്നതിന് ഈ കൺസിസ്റ്ററി നമ്മളെ സഹായിച്ചുവെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുകയുണ്ടായി. ഏതായിരുന്നാലും ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ നടന്ന കർദിനാൾമാരുടെ ആ പൊതുസമ്മേളനത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കൊളീജിയാലിറ്റി ഓഫ് കാർഡിനൽസിലൂടെ ഈ കൺസിസ്റ്ററിയിൽ കൂടുതൽ ഊർജ്ജസ്വലത അവർക്ക് ലഭിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇതൊരു മ്യൂച്വൽ കൊളാബറേഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. പരസ്പര സഹകരണവും കൂട്ടുത്തരവാദിത്വം വഴി മാർപ്പാപ്പയോട് ചേർന്ന് കർദിനാൾമാർ ഒന്നു ചേർന്ന് സഭയെ നയിക്കുന്ന ഒരു ധീരമായ നിലപാട് തന്നെയാണ് ലയോ 14 മാർപ്പാപ്പ എടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഏതായിരുന്നാലും യേശുവിൻ്റെ സുവിശേഷം ആധുനിക ലോകത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പങ്കുവയ്ക്കുവാൻ ഈ ലയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലയോ 14 മാർപ്പാപ്പ എടുത്തിരിക്കുന്ന ഈ ഒരു ധീരമായ നിലപാടും പുതിയ രീതിയിലുള്ള ഒരു സമീപനവും കർദിനാൾമാരോട് ചേർന്ന് സഭയെ നയിക്കുവാനുള്ള ആ ഒരു ആവേശവും തീരുമാനവുമെല്ലാം നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല ലോകം മുഴുവനും അതിൽ നിന്നുള്ള നന്മയുടെ ഫലങ്ങൾ പുറപ്പെടും എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. ഏതായാലും പ്രാർത്ഥനയുടെ കരങ്ങൾ നമുക്ക് തുടർന്നുള്ള നാളുകളിലും വരാൻ പോകുന്ന കൺസിസ്റ്ററിക്ക് വേണ്ടിയും നമുക്ക് ഉയർത്താം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.